വിജയൻ പിള്ളയുടെ കാര്യം പോട്ടെ, വിജയൻ പിള്ളയുടെ മകൻ വന്നിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഇല്ലേ? കാരണം അതിനുള്ള ഒരു പബ്ലിക് സപ്പോർട്ടൊന്നും ആയിട്ടില്ല. ഞാനത് പൊളിറ്റിക്കലായി കാണുന്നത് അന്ന് ഇല്ല, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ LDF കൊടുങ്കാറ്റ് വീശി. അവിടെയാണ് ഒരു 1-to-1 കമ്പാരിസൺ ഉണ്ടായില്ല. LDFന് അനുകൂലമായി കേരളത്തിലുടനീളം ആൾക്കാരെ വോട്ട് ചെയ്തു. ഇത്തവണ പിണറായിക്കെതിരെ ഉണ്ടായതുപോലെ അന്ന് LDFന് അനുകൂലമായി സ്ഥാനാർത്ഥിയെ നോക്കാതുള്ള വോട്ടായിരുന്നു. അവിടെ അദ്ദേഹം വന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമില്ല, പശ്ചാത്തലമില്ല, ഡോക്ടറാണ്. പൊതുപ്രവർത്തനത്തിൽ ഒരു പശ്ചാത്തലം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം വിജയിച്ചു. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രോസ് റോഡ്സിലെത്തിയതുപോലെ, വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ, മാനസികാവസ്ഥ. കാരണം ഞാൻ പറഞ്ഞില്ലയോ, ഞാനങ്ങനെ പരാജയപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് കൊള്ളരുതാത്തവനായോ മനസ്സിലായി എന്നുള്ള ചിന്തയാണ് എന്നെ നയിച്ചത്. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം തോറ്റ ഉടൻ തന്നെ പൊതുപ്രവർത്തനം നിർത്തിയെന്ന് തോന്നുന്നല്ലേ? കഷ്ടപ്പെടാൻ വയ്യാത്ത പ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞത്. അന്നേരം ഒരാൾ പറഞ്ഞ് അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 10 വർഷവും അവിടെ നിന്ന് പ്രവർത്തിച്ചു, ചുളിവിൽ കിട്ടിയ ഒരു പദവിയിലിരുന്നു, പോയപ്പോൾ ഇനി 5 കൊല്ലം കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടായിരിക്കണം ഞാൻ പരാജയപ്പെട്ട ഒരാളിനെ കുറിച്ച് പിന്നെ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ലേ കൊണ്ട് പറ്റുന്നതല്ല. അതെ, അപ്പം അങ്ങ് ഒത്തു കിട്ടി. അല്ല, അത് ഇവർ മുതലാക്കിയതാണല്ലോ ആ ഒരു വികാരം. ശ്രീ വിജയൻപിള്ള മരിച്ച ആളുടെ മകനെ തന്നെ നിർത്തി. അദ്ദേഹം കാശും ഉണ്ടായിരുന്നു, സാമ്പത്തികമുണ്ട്, അതെല്ലാം ഘടകം. സാമുദായികമായി വലിയ ബന്ധുബലം അതുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പം അത് ഫലപ്രദമാകും എന്ന് കണ്ടുകൊണ്ട് ഉപയോഗിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ മോശക്കാരനൊന്നുമല്ല, മനസ്സിലായി. പക്ഷേ പൊളിറ്റിക്സിൻ്റെ ഒരു പരിചയമില്ലാത്തതിൻ്റെ പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. അത് ആളുകൾക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് മനസ്സിലായെന്ന് തോന്നുന്നില്ല. അവർക്ക് MLA മിസ് ചെയ്ത് ഫീൽ വല്ലതും ഉണ്ടായിരുന്നിരിക്കണം അവർക്ക്. തീർച്ചയായിട്ടും 10 വർഷമായിട്ട് ഒരു കമ്പാരിസൺ വരുമല്ലോ. വൈകാരിക തലം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള മാനസികാവസ്ഥ വേറെ, ഇതെല്ലാം എക്കാലവും നിൽക്കത്തില്ലല്ലോ. മനസ്സിലായി. അത് കഴിയുമ്പോഴത്തേക്കിനാണ് അവർ റിയലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. അത് വെച്ചുകൊണ്ട് അവർ ചെയ്തു.